എടാ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഈ ലീഗ് മറക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ലീഗ് നടക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം? നിനക്കൊന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ടീമുകൾക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി ആർത്തി വിളിച്ച ഒരു കൂട്ടം ആരാധകർ, അല്ല ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ, അല്ല നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കൂട്ടം ഭ്രാന്തന്മാർ. എടോ ഈ ലീഗിൻ്റെ ആവശ്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പിന്നെ ഇത് പറയാൻ വേണ്ടി വന്ന്, പക്ഷെ അതിന് നീ അത് പറയാൻ സമ്മതിക്കണ്ടേ? എന്നാ കേട്ടോ, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കാത്തിരുന്ന ഈ ഒരു സീസൺ ഇത്തവണ നടക്കും. ലെറ്റ്സ് സ്റ്റാർട്ടിങ് ബീച്ച്. സോ അങ്ങനെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും FSBയും തമ്മിൽ ഒരു ചെറിയൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. സോ എന്തായാലും ഇത് നടക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് നാളെ 28-ാം തീയതി പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ പിന്നെ ഇത്തവണ ISL നടക്കാന്നുണ്ടെങ്കിൽ ടീമുകൾക്ക് കുറച്ച് ടൈം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ടീമുകൾ ഈ ഒരു സീസണിലേക്ക് ആവശ്യമായ സൈനിങ്ങുകൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അതിന് കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ എന്തായാലും നാളത്തെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും. ഈ ഒരു സീസൺ നടന്നിട്ടില്ലെങ്കിൽ അത് ISLനെ നല്ല രീതിക്ക് ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു സീസൺ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത്തവണ ISL നടക്കാന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാൻ. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.